ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾ വലിയ പ്രാതിനിധ്യം നൽകുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ സ്ത്രീകൾ എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിയിരിക്കുന്നു. ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ നേരത്തെ അൻസിബ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ദേവനെ തോൽപ്പിച്ചുകൊണ്ടാണ് ശ്വേതാ മേനോൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉണ്ണി ശിവപാൽ ട്രഷറർ സ്ഥാനത്തേക്ക് എത്തി. ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു. അങ്ങനെ നേരത്തെ പ്രതികരണങ്ങൾ കേട്ടു. വളരെ ശക്തമായി ഒരുമയോടുകൂടി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നതാണ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർ പ്രതികരിച്ചത്. റിയ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. റിയ, എനിക്ക് തോന്നുന്നു അവരുടെ മീറ്റിങ്ങോ മറ്റോ നടക്കാനുണ്ടോ. അതിനുശേഷം ഒരുപക്ഷെ ഇനി മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു വാർത്താ സമ്മേളനം ഉണ്ടോ എന്നറിയില്ല. എന്താണിപ്പോൾ സംഭവിക്കുന്നത്? നേരത്തെ ജോയ് മാത്യു മാധ്യമങ്ങൾ പ്രതികരണം തേടുന്നതിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നത് കേട്ടു. അതെ, ഇത് അടക്കമുള്ള ചില ചടങ്ങുകൾ, സംഘടനയ്ക്കകത്ത് മാത്രമുള്ള ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. എന്തായാലും നേരത്തെ എല്ലാവരും അവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ ശ്വേതാ മേനോൻ പ്രസിഡന്റായി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിലെ സന്തോഷവും അഭിമാനവും ഒക്കെ മാധ്യമങ്ങളുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുക്കു പരമേശ്വരൻ വലിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു, പക്ഷേ ഞങ്ങൾക്കിടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 3 വർഷം തരൂ, ഞങ്ങൾ എങ്ങനെയാണ് സംഘടനയെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ 3 വർഷം തരൂ എന്നതായിരുന്നു കുക്കു പരമേശ്വരന്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി പ്രിയ പറഞ്ഞത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവരാരാണോ അവർ സംഘടനയെ കരുത്തോടെ നയിക്കും. അതാണ് ഞങ്ങൾക്കിനി മുന്നിലുള്ളത്. 506 പേർ നയിക്കുന്ന ഒരു സംഘടനയായി തന്നെ ഞങ്ങൾ ഈ അമ്മ സംഘടനയെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. വിജയിച്ച 17 പേർക്കപ്പുറം 506 പേർ ചേർന്ന് നയിക്കുന്ന ഒരു സംഘടന എന്നതായിരുന്നു ലക്ഷ്മി പ്രിയയുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ ദേവനടക്കം വിജയിച്ച് താൻ പരാജയപ്പെട്ടു, നല്ല മത്സരമായിരുന്നു എന്ന പ്രതികരണം അല്പസമയം മുമ്പ് നടത്തുന്നുണ്ട്. ഏതായാലും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു നടന്നിരുന്നത്. വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ പലരും ജയിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിനൊടുവിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നന്ദു പൊതുവാളും സജിത ബെട്ടിയും ഒഴികെ മത്സരിച്ച ബാക്കിയുള്ളവരൊക്കെ വിജയിച്ചൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. 13 പേർ മത്സരിച്ചു, 11 പേർ വിജയിക്കുകയും ചെയ്തു. അതായിരുന്നു അവർ കണ്ടത്. എങ്കിലും വാശിയേറിയ തെരഞ്ഞെടുപ്പിനൊടുവിൽ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു.